ദൈവവിശ്വാസത്തെ പുച്ഛത്തോടെ, നിന്ദനയോടെ, അവഗണനയോടെ കാണുന്ന മനുഷ്യ സമൂഹത്തോട് എനിക്കൊന്നും പറയാനില്ല. എൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ച് ഞാൻ മനസ്സിലാക്കുന്നത്, മനുഷ്യനുണ്ടായ കാലം മുതൽ ആ മനുഷ്യന് അദൃശ്യമായൊരു ശക്തിയിൽ അവൻ്റെ അഭയം, അവൻ്റെ തേട്ടം, അവൻ്റെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടായിരുന്നു. അത് ഏത് രൂപമാണെന്ന് അറിയാത്തത് കൊണ്ടാണ് വിഗ്രഹങ്ങളെല്ലാം തന്നെ സൃഷ്ടിക്കപ്പെട്ട് അതിലൂടെ ദൈവത്തെ, അതല്ലെങ്കിൽ അദൃശ്യ ശക്തിയെ കാണാൻ ശ്രമിച്ചിരുന്നത്. അപ്പോൾ മനുഷ്യന് നിർബന്ധമാണ് ഒരു അദൃശ്യ ശക്തിയെ വിശ്വസിക്കുക എന്നുള്ളത്. ഏതെങ്കിലും ഒരു പ്രവാചകൻ വന്നപ്പോൾ ഉണ്ടായതല്ല. പക്ഷെ പ്രവാചകന്മാർ വന്നിട്ട് ചെയ്തത്, ഈ അദൃശ്യ ശക്തിക്ക് പകരം നിങ്ങളൊരു ബിംബത്തെ വെച്ച് അതിലേക്ക് സങ്കല്പിക്കാതെ നിങ്ങളെ അദൃശ്യമായി സഹായിക്കുന്ന ഈ ശക്തിയെ അദൃശ്യമായ കാഴ്ചയിലൂടെ നിങ്ങൾ കണ്ടാൽ മതി, പ്രാർത്ഥിച്ചാൽ മതി എന്ന് പരിവർത്തനം വരുത്തുകയാണ് ചെയ്തത്. അതായത് രൂപങ്ങൾ, നിങ്ങൾ സൃഷ്ടിക്കുന്ന വസ്തുവിൽ ദൈവത്തെ സങ്കല്പിക്കാതെ ദൈവം എന്ന അദൃശ്യ ശക്തിയെ അദൃശ്യമായി തന്നെ നിർത്തി ആരാധിക്കുക.